Hey guys, ഈ വീഡിയോയിൽ ഞാൻ S20 FE 5G ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ഇപ്പോഴത്തെ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ സെയിലിൽ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ പ്രൈസ് ഇട്ടത് 36,999 ആയിരുന്നു. എനിക്ക് HDFC കാർഡ് വെച്ചിട്ട് 34,240 കിട്ടി. S20 FE 5G 3 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനിവിടെ വാങ്ങിച്ചത് ക്ലൗഡ് നേവിയാണ്. വേറെ കളേഴ്സ് ക്ലൗഡ് മിൻറ്റും ക്ലൗഡ് ലാവൻഡർ ആണുള്ളത്. നോർമൽ S20 FE വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് സ്നാപ്ഡ്രാഗൺ 865 പ്രോസസ്സറാണ് വരുന്നത് എക്സിനോസ് 990ക്ക് പകരം. പിന്നെ നമുക്ക് X55 5G സപ്പോർട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. നമുക്കിനി ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. S20 FE 5Gയിൽ 6.5 ഇഞ്ച് 120Hz സൂപ്പർ അമോലഡ് ഡിസ്പ്ലേയും അതേപോലെ തന്നെ 1080x2400 HD+ റെസൊല്യൂഷൻ വിത്ത് 407 ppi പിക്സൽ ഡെൻസിറ്റി ആണ് വരുന്നത്. സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 8GB റാം പിന്നെ 128GB ഇൻറ്റർണൽ മെമ്മറിയാണ്. സ്നാപ്ഡ്രാഗൺ 865 പ്രോസസ്സർ, 4500 mAh ബാറ്ററി, ആൻഡ്രോയിഡ് 11 പിന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ടഡുമാണ്. സോ ഇതാണ് നമ്മുടെ S20 FE 5G ക്ലൗഡ് നേവി കളർ. ഇതിൻ്റെ സൈഡ്സ് മെറ്റൽ ഫ്രെയിം ആണ്, അതേപോലെ തന്നെ ബാക്ക് പ്ലാസ്റ്റിക്കും. ഫ്രണ്ട് ഗ്ലാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഫ്ലാറ്റ് ഗ്ലാസ് ആണ്, അതുകൊണ്ട് സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ച് കഴിഞ്ഞാലും ബാക്ക് കവർ ഇട്ട് കഴിഞ്ഞാൽ തള്ളിപ്പോരില്ല. ഞാനൊരു സ്പൈജൻ്റെ സ്ക്രീൻ ഗാർഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണെങ്കിലും നല്ല മാറ്റ് ഫിനിഷ് ആണ്, അതേപോലെ തന്നെ S21 വേരിയൻസ് പോലെ നല്ല പ്രീമിയം ലുക്കുമുണ്ട്. ഇനി നമുക്ക് ബോക്സിൽ ബാക്കി എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. S20 FE 5Gക്ക് 25 വാട്ട് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. നമുക്ക് പക്ഷേ ബോക്സിൽ കിട്ടുന്നത് 15 വാട്ട് ചാർജറാണ്. ഇത് വൈറ്റ് കളർ അഡാപ്റ്ററാണ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ കുറച്ച് ഡാർക്കർ ഷെയ്ഡ്സ് ഉള്ള ഫോൺസിന് ബ്ലാക്ക് കളർ അഡാപ്റ്ററാണ് അവൈലബിൾ ആയി കൊടുക്കേണ്ടത്. അടുത്ത ബോക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കേബിൾ കാണാം. നമുക്ക് കേബിളും വൈറ്റ് കളറിലാണ് വരുന്നത്. കേബിളിൻ്റെ ഒരു സൈഡ് USB-Aയും പിന്നെ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗം USB-Cയുമാണ്. ഇപ്പോൾ നോർമലി സാംസങ് ഫോൺസിന് ഇൻബിൽഡ് ആയിട്ട് ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. ടെമ്പേർഡ് അല്ല, പ്ലാസ്റ്റിക് ആണ്. പക്ഷേ അത് നമുക്ക് ഓവറോൾ സ്ക്രീൻ പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ നമുക്ക് ഇയർ പീസ് സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ, മുകളിൽ ചെറിയൊരു സ്ലിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കണേ. ഇത് തന്നെയാണ് മുകളിലത്തെ സ്പീക്കറും. പിന്നെ നമുക്കൊരു 32 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് അവിടെ ഉള്ളത്. നമുക്ക് റിയർ ക്യാം ഗ്ലോസി ബ്ലാക്കിലാണ് വരുന്നത്. ഒരു 12 മെഗാപിക്സൽ വൈഡ് ആംഗിൾ, 12 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ പിന്നെ ഒരു 8 മെഗാപിക്സൽ ടെലിഫോട്ടോ ക്യാമറയാണ് വരുന്നത്. ഫോണിൻ്റെ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു മൈക്ക് ഉണ്ട്, റൈറ്റ് സൈഡിൽ നമ്മുടെ സിം ഇജക്ടർ ട്രേ ഉണ്ട്. നമുക്ക് ഈ സിം ഇജക്ടർ ട്രേ ഒന്ന് ഊരിയിട്ട് നോക്കാം ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ്. സോ പുതിയ സാംസങ് ഫോൺസിന് ഫ്രണ്ടിലും ബാക്കിലായിട്ടാണ് സിം ഇടുക. അതായത് ഇതിൽ ബാക്കിൽ സിം 2ൻ്റെ ഒരു സ്ലോട്ടുണ്ട്, microSD കാർഡിൻ്റെ ഒരു സ്ലോട്ടുണ്ട്, ഫ്രണ്ടിൽ സിം 1ൻ്റെ സ്ലോട്ടുണ്ട്. ഇതിൽ രണ്ടും നാനോ-സിം സ്ലോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഫോണിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കാര്യമായിട്ട് ഒരു ബട്ടൺസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് അടിയിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു മൈക്ക് ഉണ്ട്, സെൻറ്ററിൽ നമുക്ക് USB-C പോർട്ട് ഉണ്ട്, പിന്നെ റൈറ്റ് സൈഡിൽ സ്പീക്കർ സിസ്റ്റം ഉണ്ട്. S20 FE 5Gയിൽ ഓക്സിൻ്റെ സ്ലോട്ടില്ല, സോ നമുക്ക് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വാങ്ങിക്കേണ്ടി വരും. ഇനി നമ്മൾ ഫോണിൻ്റെ റൈറ്റിൽ നോക്കുകയാണെങ്കിൽ മുകളിൽ വോളിയം റോക്കേഴ്സും ഉണ്ട്, തൊട്ടടിയിലായിട്ട് പവർ ബട്ടനും ഉണ്ട്. രണ്ടും പെർഫെക്റ്റ്ലി പ്ലേസ്ഡ് ആണ്. പിന്നെ നമുക്ക് ഈ ഫോൺ പെർഫെക്റ്റ്ലി സൈസ്ഡും ലൈറ്റ് വെയ്റ്റും ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പൈജൻ്റെ ടെമ്പേർഡ് ഗ്ലാസ്. ഇതിൻ്റെ പ്രൈസ് കൊടുത്തിരിക്കുന്നത് അപ്രോക്സ് 1900 ആണ്, പക്ഷേ എനിക്കിത് 890 റുപ്പീസിനാണ് കിട്ടിയത്. ഈ ടെമ്പേർഡ് ഗ്ലാസ്സിന് ഓലിയോഫോബിക് കോട്ടിംഗ് ഉണ്ട്, റിയൽ ഗ്ലാസ് ആണ്, പെർഫെക്റ്റ് അഡ്ഹെഷൻ ഉണ്ട്, സർഫേസ് ഹാർഡ്നെസ് 9H ആണ്, പിന്നെ ഡെലിക്കേറ്റ് ടച്ചും ഉണ്ട്. ഇനി നമുക്ക് ടെമ്പേർഡ് ഗ്ലാസും അതിൻ്റെ കൂടെ വരുന്ന ആക്സറീസും നോക്കാം. സോ ഇതാണ് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നത്. നമുക്ക് ഈ കവറൊന്ന് പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ വരുന്നത് ലെൻസ് ക്ലീനറാണ്, അതൊരു വെറ്റ് വൈപ്പാണ്. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്, അത് ഡസ്റ്റ് റിമൂവിങ്ങിനാണ്. പിന്നെ നമുക്കൊരു ചെറിയൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് അവൈലബിൾ ആണ്. പിന്നെ നമുക്കുള്ളത് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആണ്. അതിൽ നമുക്ക് കാണിക്കുന്നത് നമ്മുടെ എയർ ബബിൾസ് എങ്ങനെ കളയാവുന്നതാണ്. അതിന് നമുക്കൊരു റബ്ബറിൻ്റെ ഒരു പീസ് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചതിന് ശേഷം ജസ്റ്റ് അമർത്തി റബ്ബ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എയർ ബബിൾസൊക്കെ കളയാവുന്നതാണ്. ഇത് പെട്ടെന്ന് ബ്രേക്കൊന്നും ആവില്ല, നല്ല ഫ്ലെക്സിബിൾ ആണ്. ഞാനിപ്പോൾ വളച്ച് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഈ ടെമ്പേർഡ് ഗ്ലാസ് നോക്കാം. സോ ഇതാണ് നമ്മുടെ ടെമ്പേർഡ് ഗ്ലാസ് വരണേ. അതിൽ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഒട്ടിക്കണം എന്നൊക്കെ ഉള്ളത്. ഈ സ്പൈജൻ്റെ ടെമ്പേർഡ് ഗ്ലാസ് ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഫോണിലേക്ക് തിരിച്ചു വരാം. ഞാനിപ്പോൾ ബൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അപ്രോക്സിമേറ്റ്ലി 21 സെക്കൻഡ്സ് ആണ് ഇത് ബൂട്ട് ടൈം പിടിക്കണത്. ഇനി നമുക്ക് ഇതേപോലത്തെ വെൽക്കം മെസ്സേജ് വരും. ഇതിൽ നമുക്ക് ലാംഗ്വേജ് മാറ്റാം. ഇതിൽ ഇംഗ്ലീഷ്, ഇന്ത്യ അവൈലബിൾ ആണ്. ജസ്റ്റ് മുകളിലേക്ക് സ്ക്രോൾ ചെയ്താൽ മതി, നമുക്കത് സെലക്ട് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം, എന്നിട്ട് സ്റ്റാർട്ട് അമർത്തുക. നെക്സ്റ്റ് പേജിൽ കുറച്ച് ലീഗൽ ഐറ്റംസ് ആണ്, അത് നമുക്കെല്ലാം അഗ്രി ടു ഓൾ കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കാം. അടുത്തത് വൈഫൈ നെറ്റ്വർക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നിങ്ങളുടെ കയ്യിൽ വൈഫൈ ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക.
നെക്സ്റ്റ് നമുക്ക് ഗെറ്റിംഗ് യുവർ ഫോൺ റെഡി എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഇത് അപ്രോക്സിമേറ്റ്ലി കഴിയാനായിട്ട് 1 minute 25 seconds ആണ് പിടിക്കുന്നത്. നമുക്ക് അടുത്തതായിട്ട് കോപ്പി ആപ്സ് ആൻഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ് വരിക. ഇത് നമ്മൾ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ പഴയ ഫോണിലത്തെ എല്ലാ ഡാറ്റയും നമുക്ക് ഇതിലേക്ക് കോപ്പി ചെയ്യാം. അതിന് സ്മാർട്ട് സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് മാത്രം. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഗൂഗിൾ അക്കൗണ്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക. അത് നമ്മൾ കണക്ട് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ പ്രൊട്ടക്ട് യുവർ ഫോൺ എന്ന് പറഞ്ഞിട്ട് വരും. നമുക്കിവിടെ വേണമെങ്കിൽ ഏതെങ്കിലും സെക്യൂരിറ്റി ആഡ് ചെയ്യാം. അടുത്തത് ഇതേപോലെ ഒരു ലോഡിംഗ് സ്ക്രീന് വരും. അപ്രോക്സിമേറ്റ്ലി 15 seconds ആണ് പിടിക്കുക. പിന്നെ നമുക്ക് ഈ പേജ് വരും. ഇതിൽ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം സാംസങ് അക്കൗണ്ട് ഉള്ളവർ സാംസങ് അക്കൗണ്ട് ഇതിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തത് ഫിനിഷ് അമർത്തുക. സോ ഇനീഷ്യൽ സ്റ്റെപ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഇതേപോലെ ഫോൺ ബൂട്ടായിട്ട് വരും. ഇതിൻ്റെ ഡിസ്പ്ലേ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അതായത് നമ്മുടെ സൂപ്പർ എമോലഡ് ഡിസ്പ്ലേ ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ സാംസങ്ങിൻ്റെ ഹോം സ്ക്രീൻ. നമുക്ക് മുകളിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ പാനൽ കാണാം. ഇതിൽ നോർമലി എല്ലാ സാംസങ് ഡിവൈസസിനുള്ള ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പ്ലസ് അടിച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ കാണാം. അതിൽ ഒന്ന് ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ഇതുണ്ട്. പിന്നെ അതേപോലെ ബെഡ് ടൈം മോഡ് പുതിയ അപ്ഡേറ്റിൽ വന്നത്. പിന്നെ നമുക്ക് ഉള്ളത് NFC നമുക്ക് വലിച്ചിടാം. അടുത്ത് നമുക്ക് വയർലെസ് പവർ ഷെയറിംഗ് ആണ്. വേറെ ഫോൺ വേണമെങ്കിൽ നമുക്കിതിൽ വയർലെസ് ആയിട്ട് നമ്മുടെ ഫോൺ വെച്ച് ചാർജ് ചെയ്യാം. പിന്നെ നമുക്ക് ഡോൾബി അറ്റ്മോസും കൂടി അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് റൈറ്റ് ടോപ്പിലത്തെ മെനു എടുത്തു കഴിഞ്ഞാൽ അതിൽ ക്വിക്ക് പാനൽ സെറ്റിംഗ്സിൽ ഷോ ബ്രൈറ്റ്നസ് കൺട്രോൾ എബോ നോട്ടിഫിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ബ്രൈറ്റ്നസ് സ്ലൈഡർ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ അടിയിൽ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആപ്പ് ഡ്രോയർ കാണാം. ഇതിൽ നമുക്ക് പ്രീ ഇൻസ്റ്റാൾ കുറച്ച് ആപ്സ് ഉണ്ട്. യൂട്യൂബ് മ്യൂസിക്, നെറ്റ്ഫ്ലിക്സ്, ഫേസ്ബുക്ക്, അങ്ങനെ കുറച്ചധികം ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. അടുത്തത് നമുക്കിനി സെറ്റിംഗ്സിലേക്ക് പോകാം. എല്ലാം നോർമൽ സാംസങ് ഫോൺസിലുള്ള സെറ്റിംഗ്സ് തന്നെയാണ്. എന്നാലും ഞാൻ ചില ഫീച്ചേഴ്സ് എടുത്ത് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ സെറ്റിംഗ്സിൽ സൗണ്ടിൽ പോയി കഴിഞ്ഞാൽ സൗണ്ട് ക്വാളിറ്റി ആൻഡ് എഫക്ട്സ് ഉണ്ട്. അതിൽ നമ്മൾ ഡോൾബി അറ്റ്മോസ് ഓൺ ആക്കുക. പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻസിൽ ബ്രീഫ് അല്ലെങ്കിൽ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻസ് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഡിസ്പ്ലേയിൽ നമുക്ക് ഡാർക്ക് മോഡ് വേണമെങ്കിൽ ഓൺ ചെയ്യാം. നെക്സ്റ്റ് അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ഓൺ ആക്കേണ്ടവർക്ക് അത് ഓൺ ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത് മോഷൻ സ്മൂത്ത്നെസ് ആണ്. അതിൽ നമുക്ക് ഇതിൽ കാണാം 120 Hz വരെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതല്ല കുറച്ചും കൂടി ബാറ്ററി ലൈഫ് വേണമെന്നുള്ളവർ 60 Hzലേക്ക് സ്വിച്ച് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ പോയിട്ട് ടച്ച് സെൻസിറ്റിവിറ്റി എനേബിൾ ചെയ്യാം. അതായത് നമ്മൾ സ്ക്രീൻ പ്രൊട്ടക്റ്റേഴ്സ് ഇടുമ്പോൾ കുറച്ചും കൂടി ടച്ച് സെൻസിറ്റിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് എനേബിൾ ചെയ്യുന്നത്. അടുത്ത് ചാർജിങ് ഇൻഫർമേഷൻ ആണ്. പിന്നെ നമുക്ക് സൈഡ് കീ കൺട്രോൾസ് ഉണ്ട്. അതിൽ നമുക്ക് ഡബിൾ പ്രസ്സും അതേപോലെ പ്രസ് ആൻഡ് ഹോൾഡിലത്തെ കൺട്രോൾസ് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. വേണമെങ്കിൽ ഓപ്പൺ ബിക്സ്ബി ഡബിൾ പ്രസ്സിലാക്കാം. അതേപോലെ പ്രസ് ആൻഡ് ഹോൾഡിൽ നമുക്ക് വേണമെങ്കിൽ പവർ ബട്ടൺ ആക്കാം. ഇനി നമുക്ക് ബയോമെട്രിക് ആൻഡ് സെക്യൂരിറ്റിയിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ഫേസ് റെക്കഗ്നിഷൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ടുള്ളത് ഫിംഗർ പ്രിൻ്റ് ആണ്. ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമുക്കൊന്ന് ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്തിട്ട് നോക്കാം. ഞാനിതിൽ ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്തിട്ട് അത് എത്രത്തോളം ഫാസ്റ്റ് ആണെന്നും കാണിച്ചു തരാം. സോ നമുക്ക് ഏറ്റവും അടിയിൽ ഏകദേശം ഈ പൊസിഷനിലാണ് ഫിംഗർ പ്രിൻ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നമ്മൾ ഓരോ തവണ പ്രസ് ചെയ്യുമ്പോഴും ജസ്റ്റ് ഇലൂമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ട് ഫിംഗർ പ്രിൻറ്റ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ആഡ് ആയിട്ടുണ്ട്. നമുക്ക് ഡൺ അമർത്താം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ സ്പീഡ് ടെസ്റ്റ് നോക്കാം. സോ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ അറിയാം ഇത് നല്ല ഫാസ്റ്റാണ്. ചെറിയ ഡിലേ പോലും ഇല്ല. നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓപ്പൺ ആവുന്നുണ്ട്. ജസ്റ്റ് ഒരു ചെറിയ ആനിമേഷൻ ഡിലേ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത് നമുക്ക് അഡ്വാൻസ് ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. ഇതിൽ നമുക്ക് ലിങ്ക് ടു വിൻഡോ, സാംസങ് ഡെസ്ക്, ആൻഡ്രോയിഡ് ഓട്ടോ, ക്വിക്ക് ഷെയർ, മോഷൻ ഗസ്റ്റേഴ്സ്, വൺ ഹാൻഡ് മോഡ്, അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സാണ് ഇതിൽ കാണിക്കുന്നത്. മോഷൻ ഗസ്റ്റേഴ്സിൽ നോർമലി എല്ലാ ഫോൺസിലും ഉള്ള പോലെ ലിഫ്റ്റ് ടു വേക്കപ്പ് അല്ലെങ്കിൽ ഡബിൾ പ്രസ് ടു വേക്കപ്പ് അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെയാണ് ഉള്ളത്. അടുത്തത് വീഡിയോ കോൾ എഫക്ട്സ് ആണ്. നമ്മൾ S21 സീരീസിൽ കണ്ട പോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും സോളിഡ് കളർ ഇടാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കസ്റ്റം ഇമേജ് ഇടാൻ പറ്റും. നമുക്കത് ഗൂഗിൾ ഡുവോയിലൊക്കെ സപ്പോർട്ടഡ് ആണ്. അടുത്തത് ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ ആണ്. നമുക്കതിൽ ബാറ്ററി ഓപ്ഷൻസിലേക്ക് പോവാം. അതിൽ നമ്മൾ അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ പവർ സേവിംഗ് മോഡ് ഉണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റ്സ് സെറ്റ് ചെയ്യാം. വയർലെസ് പവർ ഷെയറിംഗ് ഉണ്ട്. പിന്നെ മോർ ബാറ്ററി സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എൻഹാൻസ് പ്രോസസ്സിംഗ്, അഡാപ്റ്റീവ് ബാറ്ററി, ഷോ ബാറ്ററി പെർസെൻറ്റേജ്, പിന്നെ നമുക്ക് ഏറ്റവും അടിയിലായിട്ട് ഫാസ്റ്റ് ചാർജിങ് എനേബിൾ ചെയ്യാം അല്ലെങ്കിൽ ഫാസ്റ്റ് വയർലെസ് ചാർജിങ്ങും എനേബിൾ ചെയ്യാം. നമുക്കിനി അടുത്തതായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിലേക്ക് പോവാം. ഇതിൽ ചെക്ക് ഫോർ അപ്ഡേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പറയും ലേറ്റസ്റ്റ് സെക്യൂരിറ്റി അപ്ഡേറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് ആപ്സ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. നല്ല ഫാസ്റ്റാണ്, നല്ല സ്മൂത്ത് ആണ്. 120 Hz സ്ക്രീനിൻ്റെ റീഫ്രഷ് റേറ്റ് നമുക്ക് ഇവിടെ ശരിക്കും അറിയാൻ പറ്റും. ഇനി നമുക്ക് അടുത്തത് ഡയലർ എടുക്കാം. അതിൽ സെറ്റിങ്സ് എടുക്കാം. ഇതിലും S21 സീരീസ് പോലെ കോൾ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കോൾ ബാക്ക്ഗ്രൗണ്ട് ഇടാൻ പറ്റും. അതേപോലെ ലേ ഔട്ട് വേണമെങ്കിൽ ഇഷ്ടമുള്ള പോലെ ഇടാൻ പറ്റും. പിന്നെ നമുക്ക് കോൾ റെക്കോർഡിൻ്റെ ഓപ്ഷനും ഉണ്ട്. നമുക്ക് ഓട്ടോ കോൾ റെക്കോർഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കോൾസും ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ആവും. ഇനി നമുക്ക് ഫൈനലി ക്യാമറ ആപ്പിലേക്ക് പോകാം. ക്യാമറ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ S21 സീരീസിലത്തെ ഏകദേശം കുറേ ഫീച്ചേഴ്സ് ഇതിലേക്കും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ മുകളിൽ റേഷ്യോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ലെഫ്റ്റ് ആയിട്ട് 32 MP 3:4 റേഷ്യോ കാണാം.
അത് നമുക്ക് 32 മെഗാ പിക്സലിൽ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനാണ്. അത് ഫ്രണ്ട് ക്യാമറയ്ക്ക് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചറാണ്. അടുത്ത് നമ്മൾ മോറിലേക്ക് പോയി കഴിഞ്ഞാൽ നോർമൽ S21 സീരീസിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് പോർട്രേറ്റ് വീഡിയോ ഉണ്ട്. പോർട്രേറ്റ് വീഡിയോയിൽ നമ്മൾ കുറച്ച് എഫക്ട്സും ഉണ്ട്. നോർമൽ S21ലുള്ള പോലെ ബ്ലർ, ബിഗ് സർക്കിൾ, കളർ പോയിന്റ്, ഗ്ലിച്ച് ഇതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മളൊന്നും കൂടെ മോർ ഫീച്ചേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് പ്രോൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്, പോർട്രേറ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട്, പ്രോ വീഡിയോ, സൂപ്പർ സ്ലോമോ, ഹൈപ്പർ ലാപ്സ്. പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് HD 30 ഫ്രെയിംസ് മുതൽ 4K 60 ഫ്രെയിംസ് വരെ സപ്പോർട്ടഡ് ആണ്. പിന്നെ നമുക്ക് 1:1, 16:9 പിന്നെ ഫുൾ ഇതൊക്കെയാണ് റേഷ്യോസ് വരുന്നത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് സൂം ലെവൽ അതിപ്പോൾ 0.5x ഉണ്ട്, 1x ഉണ്ട്, 2x, 4x, 10x, 12x വരെ നമുക്ക് വീഡിയോ സൂം ചെയ്യാൻ പറ്റും. മാക്സിമം സൂം ചെയ്ത് കഴിഞ്ഞാലും വീഡിയോന് നല്ല ക്വാളിറ്റി ഉണ്ട്. അടുത്ത് നമുക്ക് ക്യാമറ സെറ്റിങ്സിലേക്ക് പോയി നോക്കാം. നമുക്ക് ഇവിടെ ആദ്യം തന്നെ ഉള്ളത് അഡ്വാൻസ് റെക്കോർഡിംഗ് ഓപ്ഷനാണ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം സാംസങ്ങിൽ കോമൺ ആയിട്ടുള്ള സെറ്റിങ്സ് തന്നെയാണ്. പിന്നെ സെറ്റിങ്സ് ടു കീപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ക്യാമറ മോഡ്, സെൽഫി ആംഗിൾ, ഫിൽറ്റേഴ്സ് ഇതൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അടുത്ത് നമുക്ക് ഫോട്ടോ മോഡിലേക്ക് പോകാം. ഇവിടെ റേഷ്യോസ് 3:4, 9:16, 1:1 പിന്നെ ഫുള്ള് ഇതൊക്കെയാണ് ഉള്ളത്. പിന്നെ നമുക്ക് ഫ്ലാഷിൻ്റെ സെറ്റിങ്സ്, പിന്നെ നമുക്ക് ലൈവ് വീഡിയോ അതായത് മോഷൻ ഫോട്ടോ എനേബിൾ ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും റൈറ്റ് സൈഡിൽ ഫിൽറ്റേഴ്സ് ഉണ്ട്. നമുക്കതിൽ കുറേ ടൈപ്പ് ഓഫ് ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഫിൽറ്റേഴ്സ്. ഇനി അടുത്ത് നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് സെറ്റിങ്സിലേക്ക് പോകാം. സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെൽഫി കളർ ടോൺസ് ഉണ്ട്. അത് നമുക്ക് ഒറിജിനൽ അല്ലെങ്കിൽ കൂൾ അല്ലെങ്കിൽ വാമിലേക്ക് മാറ്റാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് ഫോട്ടോ മോഡിൻ്റെ സൂം ലെവൽസ് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം തന്നെ അൾട്രാ വൈഡ് 0.5x ഉണ്ട്, പിന്നെ 1x, 2x, 4x, 10x, 20x, 30x വരെ അവൈലബിൾ ആണ്. അതുമാത്രമല്ല നമുക്ക് സൂമിൻ്റെ സ്റ്റെബിലിറ്റി കൺട്രോളറും ഉണ്ട്. പിന്നെ നമുക്കുള്ളത് ഫുഡ് മോഡാണ്. പിന്നെ നമുക്ക് പ്രോ മോഡ് ഉണ്ട്. പിന്നെ നമുക്ക് അടുത്തത് നോക്കുകയാണെങ്കിൽ സിംഗിൾ ടേക്ക് ഫംഗ്ഷനും ഉണ്ട്. ഇനി നമുക്ക് തിരിച്ച് മോർ ഓപ്ഷൻസിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് നൈറ്റ് മോഡ് ഉണ്ട്. നമുക്ക് നൈറ്റ് ഷോട്ട്സ് ഒക്കെ ഇതിൽ എടുക്കാൻ പറ്റും. അതിൽ 1x, 3x, 4x, 10x വരെ അവൈലബിൾ ആണ്. അടുത്തത് പോർട്രേറ്റ് ഷോട്ടാണ്. നമുക്ക് ഇവിടെ മറ്റേ പോർട്രേറ്റിൻ്റെ ഫിൽറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഓരോന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ബ്ലർ, പിന്നെ ഹൈ കീ മോണോ, ലോ കീ മോണോ, ബാക്ക് ഡ്രോപ്പ്, കളർ പോയിന്റ് ഇതൊക്കെയാണ് പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പ്രോ വീഡിയോ ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇതിൽ എങ്ങനെ വേണമെങ്കിലും പ്രോ വീഡിയോ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സൂം ലെവൽ നമുക്ക് 1x മുതൽ 10x വരെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് സ്ലോ മോഷൻ ഉണ്ട്, സൂപ്പർ സ്ലോ മോഷൻ ഉണ്ട്, 960 FPS വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് ഹൈപ്പർ ലാപ്സ് അവൈലബിൾ ആണ്. അടുത്ത് നമുക്ക് വീഡിയോയിൽ തന്നെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് നോക്കാം. സോ ഇവിടെ നമുക്ക് റേഷ്യോസ് 9:16, 1:1 ഫുള്ളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് 4K 60 FPS വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഞാൻ S20 FE 5G നിന്ന് എടുത്ത ഫോട്ടോ സാമ്പിൾസ് കാണാം. ഇതൊക്കെ ഞാൻ മെയിൻ ക്യാമറയിൽ നിന്ന് എടുത്തതാണ്. ഇത് കുറച്ച് ക്ലോസപ്പ് ആയിട്ട് എടുത്തതാണ്. നമുക്ക് ഫോട്ടോസിൽ നോക്കി കാണാം, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഡൈനാമിക് റേഞ്ചും ഉണ്ട്. പിന്നെ ഇത് ഞാൻ മാക്സിമം അടുത്തേക്ക് വെച്ചെടുത്ത ഷോട്ടാണ്. ഇനി അടുത്തതായിട്ട് ഡിഫറെൻറ്റ് സൂം ലെവൽസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അൾട്രാ വൈഡ് 0.5x എടുത്തത്. അടുത്തത് 1x സൂമിൽ എടുത്ത ഫോട്ടോ ആണിത്. പിന്നെ അടുത്ത സൂം ലെവൽ എന്ന് വെച്ചാൽ 2x ആണ്. നെക്സ്റ്റ് 4x. പിന്നെ നമുക്ക് വരുന്നത് 10x ആണ്. അതിനുശേഷം നമുക്ക് വരുന്നത് 20x ആണ്. പിന്നെ ഫൈനലായിട്ട് നമുക്ക് 30x വരെ സൂം ചെയ്യാൻ പറ്റും. അടുത്തത് സൂപ്പർ സ്ലോ മോഷനാണ്. ഇത് നമുക്ക് 960 FPS വരെ സൂപ്പർ സ്ലോ മോഷൻ റെക്കോർഡിംഗ് ഉണ്ട്. രണ്ടും S20 FE 5G എന്ന് എടുത്ത വീഡിയോ തന്നെയാണ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും 960 FPS ഫ്രെയിം റേറ്റിൽ എടുത്ത വീഡിയോ തന്നെയാണ്. സോ ഇതാണ് S20 FE 5Gൻ്റെ വീഡിയോ. ഓവറോൾ ഫോൺ അടിപൊളിയാണ്. നമുക്കൊരു പ്രീമിയം ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. നമുക്കൊരു പ്രീമിയം സ്മാർട്ട് ഫോൺസിൻ്റെ ക്യാമറേൻ്റെ ക്വാളിറ്റി വരെ നമുക്ക് ഈ ഫോണിന് കിട്ടുന്നുണ്ട്. പിന്നെ ഓൾഡർ S20 FE വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 5G അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ ആണ്. സോ ഒരു 30,000 to 40,000 പ്രൈസ് റേഞ്ചിൻ്റെ ഉള്ളിൽ എല്ലാ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് അപേക്ഷിക്കുമ്പോൾ ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം. സോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബും ചെയ്യുക.